അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് പരിഹാരം. സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉന്നതതല ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആര്യ ചേരുന്നു. ആര്യ, ഏത് തരത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്? ലോകം മുഴുവൻ ഒരുപക്ഷെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ചർച്ചയിലാണ് ഇപ്പോൾ ശുഭവാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഈ താരിഫ് യുദ്ധം ആരംഭിച്ചത്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 125% ചുങ്കം തീരുവയാണ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ചൈന മറുപടി നൽകിയത് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ചൈനയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ ഏർപ്പെടുത്തിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കുന്ന അമേരിക്കൻ ചൈന ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ചയിലാണ് ഈ ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോഴും നമ്മൾ പറയണം, ഇത് താൽക്കാലികമായ ഒരു പരിഹാരമാണ്. അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി വരുന്ന 90 ദിവസം ഈ 125% തീരുവയിൽ നിന്ന് അത് 10% കുറയ്ക്കാൻ ചൈന സമ്മതിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായി ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈ 125 നിന്ന് 30% തീരുവ കുറയ്ക്കാൻ അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട്. ഇത് 90 ദിവസത്തേക്കാണ്, അതായത് 3 മാസത്തേക്കാണ് ഒരു താൽക്കാലിക പരിഹാരം എന്ന് പറയാം. ഈ കഴിഞ്ഞ ഒരു കാലയളവിൽ തന്നെ അമേരിക്ക ചൈന വ്യാപാര മേഖല അത് $66,000 കോടി ഈ ട്രംപ് വന്നതിന് ശേഷം ഈ വലിയ താരിഫ് യുദ്ധമൊക്കെ ആരംഭിച്ചതിനു ശേഷം ആഗോള വ്യാപാര മേഖലയിലും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെ, ഒരു താരിഫ് യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു. അതിനാണ് ഇപ്പോൾ ഈ ഒരു പരിഹാരം ആവുന്നത്. മോത്തി.